ഞാൻ സംശയം ചോദിക്കട്ടെ? പലപ്പോഴും ചോദിക്കുന്നു വിചാരിക്കുന്നു, ഈ കാറിൽ തൂക്കിട്ടിരിക്കുന്നില്ലേ, ഇത് എന്തിനാണ്? കുറെ പേര് കഴുത്തിലും കാതിലും കൈമയൊക്കെ ഇട്ട് നടക്കുന്നത്, അത് വെറുതെ വിചാരിച്ചു. പക്ഷെ ഇതിന് എന്തെങ്കിലും പിന്നിൽ എന്തെങ്കിലും രഹസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഇതെപ്പോഴും ധ്യാനം പരിശീലിക്കുന്ന ആൾക്കാരിൽ ആദ്യഘട്ടത്തിൽ അവരുടെ ലലാതര ചക്ര തുറക്കപ്പെടുമ്പം ഒരു പ്രകാശം കുറഞ്ഞത് 25 മിനിറ്റ് തൊട്ട് 12 മിനിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രകാശത്തിൽ മാത്രം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു നിറമാണ്, ബ്ലൂവും അതേപോലെ ഒരു വൈറ്റും കൂടി വരുന്നതാണ് ഈ ഒരു നിറം എന്ന് വെച്ചാൽ. നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ വന്നവര് നിരന്തരം പറയുന്നുണ്ട്, ആർക്ക് ചിലപ്പോൾ ജന്മനാ കിട്ടുന്ന, ഇപ്പൊ ഒരു പയ്യനെ ഇടയ്ക്കുണ്ട് ഋതു എന്ന് പറയുന്ന, അവനത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയൊരു പയ്യനുണ്ടായിരുന്നു. ചിലവർക്ക് അവരുടെ മുജ്ജന്മ ക്രമീകരണം കൊണ്ട് വിശുദ്ധി ആക്ടിവേറ്റ് ആയിട്ട് ആ സോൾ എന്നാൽ മുക്തി പ്രാപിക്കാതെ പോയിട്ട് വീണ്ടും ഒരു ലൈഫ് ടൈം എടുത്തു വരുന്നവർക്ക് ജനിക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് എപ്പോഴും ഉണ്ടാവും. കോമൺ ആയിട്ടും അങ്ങനെയാണ് ചിലർ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ ഇറങ്ങുന്നത് പോലും ആ ഒരു ഇതുകൊണ്ട്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? അതൊരു ഗോൾഡൻ ലൈറ്റിലേക്ക് എത്തും. അത് ഒരു ഗോൾഡ് അല്ല, ഗോൾഡും ഒരു ഓറഞ്ചും കൂടി ചേർന്നൊരു നിറത്തിലേക്ക് അത് എത്തിച്ചേരും. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നവർക്ക് അതൊരു ഗ്രീൻ കളറിലേക്കൊക്കെ എത്തും. ഗ്രീനും അതേപോലെ തന്നെ ഗ്രീൻ ഒരു നമുക്കറിയാം ഉയർന്ന സന്യാസത്തിന്റെ നിറം ഗ്രീൻ ആണ്. അത് ആ ഒരു ഗ്രീൻ കളറിലേക്ക് എത്തും. അവിടെ കബോല എന്ന് പറയും. അതേപോലെ ഗോൾഡൻ ഒരു ഓറഞ്ച് വരുന്ന സമയത്ത് ബിന്ദു എന്ന് പറയും. കുറച്ചുകൂടും അഡ്വാൻസ്ഡ് ആവുന്നവർക്ക് ഒരു നിറം വരും, അത് ബ്ലാക്ക് ആണ്. അതാണ് ശൂന്യതയുടെ നിറം. അപ്പൊ നമ്മൾ ഇതിനെ നിറത്തിന്റെ പ്രതീകമായിട്ടാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുന്നത് കൂടുതലും മനുഷ്യ പരിണാമത്തിന് ആത്മീയ ജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ ഇതെല്ലാം ഒരു അന്ധവിശ്വാസത്തിന്റെ ക്രമീകരണത്തിലേക്ക് പോകും. ഇത് കണ്ണ് കിട്ടാതിരിക്കാൻ, ഐശ്വര്യം വരാൻ, അതിനൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിണാമത്തിന്റെ ഓരോ സിംബോളിസമായിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇതെല്ലാം തന്നെ. മനസ്സിലായോ ഷേഖ്? ഇപ്പം മനസ്സിലായി. നമസ്കാരം.